നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 31 ശനിയാഴ്ച, മകരം 17. ഈ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. ഞാൻ പ്രവിത ലക്ഷ്മി. ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ആത്മഹത്യ ചെയ്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJയുടെ സംസ്കാരം ഇന്ന് നടക്കും. ബംഗളൂരുവിലെ ബോറിംഗ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിദേശത്തുള്ള ഭാര്യയടക്കമുള്ള അടുത്ത ബന്ധുക്കൾ രാവിലെ ബംഗളൂരുവിലെത്തും. ബംഗളൂരുവിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, ഇന്നലെയാണ് ഇവരെയും ഞെട്ടിച്ചുകൊണ്ട് റോയ് CJയുടെ വിയോഗ വാർത്ത വന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്? ഒപ്പം അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? പ്രവിത, ജീവിതത്തെ അത്രമേൽ ആത്മവിശ്വാസത്തോടെ നേരിട്ട ഡോക്ടർ റോയ് TJയുടെ മരണം അത് എല്ലാവരെയും അപ്രതീക്ഷിതമെന്നോണം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഏതായാലും ഇപ്പോൾ മൃതദേഹമുള്ളത് ബംഗളൂരുവിലെ ബോറിംഗ് ഹോസ്പിറ്റലിലാണ്. ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങൂ എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ കഴിയുന്നത്. മറ്റു പരാതികൾ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി 5 അംഗ വിദഗ്ധ സംഘത്തെ തന്നെ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘമായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക എന്നതാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സഹോദരന്റെ വീട്ടിൽ, ബംഗളൂരുവിലെ സഹോദരന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നത് പറയുന്നു. അവിടെ ഒരുപക്ഷെ പൊതുദർശനം തന്നെ ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ഇനിയും സമയമെടുക്കും എന്നതാണ്. നേരത്തെ ഇന്ന് രാവിലെ 9 മണിയോടെ മൃതദേഹം എത്തിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ 10 മണിയോടെ ഉണ്ടാകൂ എന്നതിനാൽ ഈ പൊതുദർശനം അടക്കമുള്ള സമയം മുന്നോട്ട് നീങ്ങാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സംസ്കാരം ഒരുപക്ഷെ നാളെ ആയിരിക്കും എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. അടുത്ത ബന്ധുക്കൾ, അതായത് ഭാര്യയും മകനും അടക്കമുള്ളവർ ദുബായിൽ നിന്നും ഇന്നിപ്പോൾ രാവിലെ 6 മണിയോടെ ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. സഹോദരൻ ഫുക്കറ്റിലായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം കൂടി എത്തിയ ശേഷമായിരിക്കും ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ സമയക്രമം അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. ഞാനിപ്പോൾ ഉള്ളത് പ്രവിധ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ റിച്ച് മൗണ്ട് സർക്കിളിലുള്ള അവരുടെ ആസ്ഥാന മന്ദിരത്തിലാണ്. ഇവിടെയാണ് ഇന്നലെ വെടിവെപ്പ് നടന്നതും CJ റോയ് മരിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. ഇപ്പോൾ ഇതിന് പുറത്ത് പോലീസ് ബാരിക്കേഡുകളും മറ്റുമൊക്കെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇപ്പോൾ ഇതിനുള്ളിലുണ്ടോ എന്ന കാര്യം അറിയില്ല. ചില ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് വരുന്നത് മാത്രം, ജീവനക്കാർ പുറത്തേക്ക് വരുന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ ബാലിസ്റ്റിക് സംഘവും ഫോറൻസിക് സംഘവും ഒക്കെ തന്നെ ഇവിടെ പരിശോധന, ബംഗളൂരു പോലീസിന്റെ സംഘം ഇവിടെ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയതാണ്. ആ പരിശോധന ഫലം നിർണായകമാണ്. കാരണം ആത്മഹത്യ എന്നതാണ് പ്രാഥമികമായ വിവരം. അത് പോലീസിന് സ്ഥിരീകരിക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് ബാലിസ്റ്റിക് പരിശോധന ഫലം കൂടി കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പരിശോധനാ ഫലത്തിനായി കൂടി പോലീസ് കാത്തിരിക്കുന്നുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ വിശദമായ ചില മൊഴിയെടുപ്പ് നടക്കും. അതിൽ IT ഉദ്യോഗസ്ഥരുടെ, ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി തന്നെ ഇന്ന് രേഖപ്പെടുത്തും എന്നത് നമ്മൾ അറിയുന്നുണ്ട്. ഒപ്പം തന്നെ ബന്ധുക്കൾ എത്തിയാൽ അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. അവർ റിട്ടേണായി ഒരു പരാതി പോലീസിന് നൽകും എന്നതുകൂടി അറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബന്ധുക്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി പോലീസ് നോട്ട് ചെയ്യും എന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഫോൺ അടക്കമുള്ള വസ്തുക്കൾ പരിശോധനയ്ക്ക് എടുക്കും, അത് പൂർണ്ണമായി തന്നെ പരിശോധിക്കും എന്നത് പറയുന്നുണ്ട്. അങ്ങനെ DCPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആദായ നികുതി വകുപ്പിനെതിരെ തന്നെയാണ് ആരോപണം ഉള്ളത്. അവർ വലിയ സമ്മർദ്ദം ചെലുത്തി. ഇന്നലെ ഏതാണ്ട് 1 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ ഒരു ഫയൽ എടുക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ ക്യാബിനിലേക്ക് പോയി എന്നതാണ് അറിയുന്നത്. അവിടെ വെച്ച് പിന്നീട് വെടിവെച്ച് കേട്ടു. എല്ലാവരും എത്തുമ്പോഴേക്കും അദ്ദേഹം നെഞ്ചിൽ വെടിയേറ്റ നിലയിൽ കിടക്കുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും മരണം സംഭവിക്കുകയുമായിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ആദായ നികുതി വകുപ്പ് വലിയ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കടുങ്കൈക്ക് അദ്ദേഹത്തിന് മുതിരേണ്ടി വന്നത് എന്നതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഈ കാര്യത്തിലൊക്കെ തന്നെ ബന്ധുക്കളുടെ മൊഴി ഇന്നിപ്പോൾ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യും. ദുബായിലായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് എന്ന് പറയുന്നത് അത് പുതിയൊരു കാര്യമല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ അവിടെ റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നതതല അന്വേഷണം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആദായ നികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകില്ലേ? ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്നലെ വ്യവസായ ലോകത്തെയും ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഡോക്ടർ റോയ് CJയുടെ മരണവാർത്ത പുറത്തുവന്നത്. ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും തീരുമാനമാകേണ്ടതുണ്ട്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാനത്ത് നടന്ന
പരിശോധനയ്ക്കിടെയാണ് റോയ് CJ ആത്മഹത്യ ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഞാൻ ചോദിച്ചത് കേട്ടിരുന്നു എന്നറിയില്ല, ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. DK ശിവകുമാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ ആദായ നികുതി ഉദ്യോഗസ്ഥരെ ഇനി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുമോ? തീർച്ചയായും പ്രവിധ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ബംഗളൂരുവിൽ തന്നെ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇന്നലെ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നതാണ്. അതിന്റെ ഒരു വസ്തുത, അതിന്റെ ഒരു സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിൽ പറയാൻ കഴിയാത്തത്. ഇന്നലെ ഈ മരണം സംഭവിച്ചതിന് ശേഷവും ഇവിടെ ഈ അവരുടെ അന്വേഷണം, അവരുടെ രേഖകൾ പിടിച്ചെടുക്കാൻ അടക്കമുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോയിരുന്നു എന്ന വിവരമുണ്ട്. പിന്നാലെ അവർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുമാണ്. ഏതായാലും ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ബന്ധുക്കൾ ചില ഉദ്യോഗസ്ഥരുടെ പേര് തന്നെ ഇന്നലെ ചില മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ചില പേരുകൾ തന്നെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ചില ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പരമാവധി സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് IT ഉദ്യോഗസ്ഥരെ ഏതായാലും പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയും. മാത്രമല്ല സംസ്ഥാന സർക്കാർ ഇന്നലെ ഇപ്പോൾ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്നലെ വന്നതാണ്. അദ്ദേഹം പറയുന്നത് ഡൽഹിയിൽ നിന്നും കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംസ്ഥാന സർക്കാരിനോട് തേടിയിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഈ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ കൂടി വിവരം നൽകേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല ഞാൻ ഈ നിൽക്കുന്ന ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഈ ആസ്ഥാന മന്ദിരത്തിൽ ഇത് വെറും ഒരു ആസ്ഥാന മന്ദിരം മാത്രമല്ല, ഇത് കോൺസുലർ ഓഫീസ് ഓഫ് ദ സ്ലോവാക് റിപ്പബ്ലിക് ഇൻ ബാംഗ്ലൂർ. സ്ലോവാക് റിപ്പബ്ലിക് എന്ന രാജ്യത്തിന്റെ കോൺസുലർ ഓഫീസായി പ്രവർത്തിക്കുന്നതാണ്. അദ്ദേഹം ഒരു ഓണററി കോൺസുലറായി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഒരു പ്രതിനിധിയായുള്ള ഒരു ഓഫീസ് കൂടിയാണ്. ആ ഓഫീസിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അങ്ങനെ പല മാനങ്ങൾ ഈ സംഭവത്തിനുണ്ട്. അതുകൊണ്ട് IT ഉദ്യോഗസ്ഥരെ അടക്കം ഇന്നിപ്പോൾ ചോദ്യം ചെയ്യും. വിശദമായ അന്വേഷണം നടക്കും. ഒരു തരത്തിലും പഴുതുകളില്ലാതെ അന്വേഷണം പൂർത്തിയാക്കേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്. ഒരു ഹൈ ലെവൽ അന്വേഷണം ഉണ്ടാകുന്നത് DK ശിവകുമാർ പറയുന്നുണ്ട്. നിലവിലുള്ളത് DCPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ്. പ്രത്യേക SIT ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇനി നമുക്ക് അറിയേണ്ടതുണ്ട്. തൽക്കാലം DCP അക്ഷയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്നതാണ് നമ്മൾ അറിയുന്നത്. പ്രവിധ, അതെ, മരിച്ചത് എന്തായാലും ഒരു ചെറിയ ആളല്ല. കേരളത്തെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിലും വലിയൊരു വ്യവസായിയാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ മരിച്ചത്. അതും സ്വയം വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീനാഥ്, അദ്ദേഹത്തെ ഇത്രയധികം സമ്മർദ്ദം ചെലുത്താൻ എന്താണ് അവിടെ ഉണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ട് പ്രവിധ മാസങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടം ആദായ വകുപ്പും ഡോക്ടർ റോയ് TJയും തമ്മിൽ നടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പരിശോധനയ്ക്ക് എത്തുകയും അന്ന് ചില ലോക്കറുകൾ അവർ സീൽ ചെയ്ത് പോവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ വെച്ച് ഒരു സ്റ്റേ ലഭിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിന് ഒരു സ്റ്റേ ലഭിച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് വെക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 3 ദിവസമായി IT ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 3 ദിവസമായി ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാന മന്ദിരത്തിൽ പരിശോധനകൾ നടത്തുന്നത്. ഇന്നലെ റോയിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ ഏതാണ്ട് 1 മണിക്കൂറിലധികം ചോദ്യം ചെയ്യുകയും ചെയ്തു. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കേസാണ്. കേരളത്തിലടക്കം അദ്ദേഹത്തിന് നിർമ്മാണ പ്രവൃത്തികൾ അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത നേരത്തെ തന്നെ നിലവിലുള്ള ഒരു കേസ്, അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വരെ എത്തിയ തർക്കവും നമുക്കറിയാം. അങ്ങനെ ഒരു കേസിലാണ് കഴിഞ്ഞ 3 ദിവസമായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ITയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധനകൾ നടത്തുന്നു. മാത്രമല്ല നേരത്തെ സീൽ ചെയ്ത ലോക്കറുകൾ തുറന്ന് പരിശോധിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് അവർ കടക്കുകയുമാണ്. ചില രേഖകൾ തനിക്ക് എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങി അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് പോയി എന്നതാണ് ഇന്നലെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അതിനിടെയാണ് അവിടെ വെച്ച് അദ്ദേഹം വെടിയുതിർത്തത് എന്നതും നമ്മൾ അറിയുന്നു. ഏതായാലും ഈ തോക്കടക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മരണകാരണം ഈ സമ്മർദ്ദം എന്ന രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമുക്കറിയാം ജീവിതത്തെ, അദ്ദേഹത്തിന്റെ അവസാനത്തെ അഭിമുഖം പോലും നമുക്ക് മുന്നിലുണ്ട്. ജീവിതത്തെ ഇത്രമേൽ ആത്മവിശ്വാസത്തോടെ കാണുന്ന, അവസാന യാത്രയിൽ ഒരുപക്ഷെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനം തകർന്നു പോകും എന്ന് താൻ ഒരു അനൗൺസ്മെന്റ് പൈലറ്റിന്റെ ഭാഗത്ത് കേട്ടാൽ പോലും താൻ നൃത്തം ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അവസാന അഭിമുഖത്തിൽ നമ്മൾ കേട്ടതാണ്. അത്രമേൽ ജീവിതത്തിൽ ഇനിയും ഒന്നും തനിക്ക് നേടാനില്ല, ഒരു മരണത്തെ പോലും താൻ ഇപ്പോൾ ഭയക്കുന്നില്ല, അതൊക്കെ തനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന തരത്തിൽ സംസാരിച്ച് അത്രമേൽ പോസിറ്റീവായി കാണുന്ന അദ്ദേഹം ഇങ്ങനെ ഒരു കടുങ്കൈ എങ്ങനെ ചെയ്തു എന്നുള്ളതിൽ എല്ലാവർക്കും ഞെട്ടലാണ്, കുടുംബത്തിനും ഞെട്ടലാണ്. കുടുംബവും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് മേൽ അത്രമേൽ വലിയ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഏത് തരത്തിലുള്ള സമ്മർദ്ദമായിരുന്നു എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നലെ 1 മണിക്കൂറിലെ ചോദ്യം ചെയ്തു. നേരത്തെ നിലവിലുള്ള കേസാണ് എന്ന പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇന്നലെ പരിശോധിക്കേണ്ട ലോക്കറുകളിലെ വിവരങ്ങൾ അടക്കം എന്തായിരുന്നു എന്നത് അറിയേണ്ടിയിരിക്കുന്നു. പ്രവിധ.
എന്തായാലും വിശദമായ അന്വേഷണം തന്നെ നടക്കട്ടെ. എന്താണ് ഡോക്ടർ റോയ് സി ജിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണം എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആദായ നികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഉന്നതതല അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ ഇനിയും എത്താനിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷമായിരിക്കും സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെ കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് തീരുമാനിക്കുക എന്നതാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകുന്ന വിവരം. കൈവച്ച മേഖലകളിലെല്ലാം വിജയം കൊയ്ത വ്യവസായിയായിരുന്നു ഡോക്ടർ റോയ് CJ. കേരളത്തിലും കർണാടകയ്ക്കും പുറമെ വിദേശത്തും പടർന്ന ബിസിനസ് സാമ്രാജ്യമായിരുന്നു റോയ് CJയുടേത്. സിനിമ TV മേഖലയിലും ഡോക്ടർ റോയ് CJയുടെ കയ്യൊപ്പ് പതിഞ്ഞു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ റോയ് CJ നടത്തിയ പരീക്ഷണങ്ങൾ ബിസിനസ് ലോകത്ത് പുത്തൻ മാതൃക തീർത്തു. വിപണി സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതികൾ അവതരിപ്പിച്ചാണ് റോയ് CJ ബിസിനസ് രംഗത്ത് മുന്നേറിയത്. ഇടത്തരക്കാർക്കായുള്ള ബജറ്റ് ഹോംസ് ഇതിനുദാഹരണം. ബഹുരാഷ്ട്ര കമ്പനിയായ HP-യിലെ ജോലി വിട്ട ശേഷം റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് 2006-ലാണ് റോയ് CJ കോൺഫിഡന്റ് ഗ്രൂപ്പിന് തുടക്കമിട്ടത്. റോയ് CJയുടെ വളർച്ചയിൽ കയറ്റിറക്കങ്ങൾ പലവിധം എത്തിയെങ്കിലും അതിനെയെല്ലാം മറികടന്നു. ഒരു ബിസിനസ്സും ചെറിയ കാലയളവിനുള്ളിൽ $1 ബില്യൺ കമ്പനിയാകില്ല എന്ന് അഭിമുഖങ്ങളിൽ റോയ് CJ പറഞ്ഞിട്ടുണ്ട്. 3 പതിറ്റാണ്ടിനിടയിൽ 200ഓളം പ്രൊജക്ടുകൾ. കേരളത്തിനും കർണാടകയ്ക്കും പുറമെ രാജ്യത്തിനു പുറത്തും കോൺഫിഡന്റ് ഗ്രൂപ്പ് എത്തി. റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് പുറമെ ഹോസ്പിറ്റാലിറ്റി, വിദ്യാഭ്യാസം, വിനോദം, സിനിമ, ടെലിവിഷൻ മേഖലകളിലും റോയ് CJ സാന്നിധ്യമായി. ഫ്ലവേഴ്സ് കുടുംബവുമായി അടുത്ത ബന്ധം. ടോപ്പ് സിംഗർ ഉൾപ്പെടെ നിരവധി ടെലിവിഷൻ പരിപാടികളിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തു. കാസനോവ, മരക്കാർ, മേഹു മൂസ, ഐഡന്റിറ്റി തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ചു. വാഹനങ്ങളോട് ഏറെ കമ്പമുണ്ടായിരുന്നു. ആദ്യ വാഹനമായ മാരുതി 800 10 ലക്ഷം രൂപയ്ക്ക് വീണ്ടെടുത്തത് വാർത്തകളിലിടം നേടി. റോൾസ് റോയ്സ് ഉൾപ്പെടെ ഒട്ടേറെ അത്യാഡംബര വാഹനങ്ങൾ റോയ് CJയ്ക്ക് സ്വന്തം. കൊച്ചിയിലായിരുന്നു ജനനം. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സ്വിറ്റ്സർലൻഡിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടി. ലിനിയാണ് ഭാര്യ. രോഹിത്തും റിയയും മക്കൾ. റിസർച്ച് ഡെസ്ക് 24. ഇനി മറ്റ് പ്രധാന വാർത്തകളുടെ വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിനേഷ് കുമാർ, കൊച്ചിയിൽ നിന്ന് വിപിൻ C. വിജയൻ, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, ഡൽഹിയിൽ നിന്ന് വിനിത VG എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. വിനേഷ് കുമാർ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിനേഷ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എന്തായാലും ഇന്ന് വാർത്താ സമ്പന്നമായ ഒരു ദിവസം തന്നെയാണ്. പ്രത്യേകിച്ച് മെട്രോമാൻ E. ശ്രീധരനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ RRTSുമായി ബന്ധപ്പെട്ട വിവാദം അതിങ്ങനെ തുടരുന്നുണ്ട്. അതിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ലോക കേരള സഭയുടെ പതിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. ഒപ്പം വിതുര ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിശദമായ അന്വേഷണം ആരംഭിക്കുകയാണ്. ഈ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചികിത്സാ പിഴവ് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ വാർത്തകളുടെ കൂടുതൽ വിവരങ്ങൾ? എന്തൊക്കെ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? വെരി ഗുഡ് മോർണിംഗ് പ്രവിത. ഇന്ന് പ്രധാനമായും നമുക്ക് കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം തന്നെയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആദ്യം മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമാണ് വന്നത്. അതിന് തൊട്ട് പിന്നാലെ മെട്രോമാൻ ഈ ശ്രീധരൻ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം മന്ത്രി P. രാജീവും CPIയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരണവുമായി മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും ശ്രീധരൻ താൻ വിഭാവനം ചെയ്യുന്ന അതിവേഗ പാതയുമായി മുന്നോട്ട് പോകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇന്നലെ നൽകിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന RRTS പ്രായോഗികമല്ല എന്നുള്ള കാര്യം കൂടി ഈ ശ്രീധരൻ വ്യക്തമാക്കിയതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ശ്രീധരൻ വിഭാവനം ചെയ്യുന്നതാണെങ്കിൽ പോലും അതിവേഗ പാതയാണെങ്കിൽ തങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാട് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ശ്രീധരനെ പരിഹസിച്ചുകൊണ്ടും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടും തന്നെയാണ് CPMലെ മന്ത്രിമാരും CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ രംഗത്ത് വന്ന് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും അതിനകത്ത് P. രാജീവ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതെങ്കിലും ചുമതല, അതായത് ഈ സ്പെഷ്യൽ ഓഫീസറുടെ ഈ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഓഫീസറുടെ ചുമതല ലഭിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു രേഖയോ അല്ലെങ്കിൽ ഉത്തരവോ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടണം എന്ന് രാജീവ് വെല്ലുവിളിക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ശ്രീധരൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം ശ്രീധരൻ്റെ ഓഫീസ് പൊന്നാനിയിലുള്ള വീടിനോട് ചേർന്ന് അതിൻ്റെ ഈ അതിവേഗ പാതയുടെ ഓഫീസ് പോലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ RRTSനേക്കാൾ കൂടുതൽ വേഗതയുള്ള ഒരു സംവിധാനം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അത്രയും പരിചയസമ്പന്നനായ ഒരാൾ തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിക്കാതെ ഇതുമായി അദ്ദേഹം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം എന്തായാലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്.
എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മെട്രോമാൻ ഇ ശ്രീധരനും RRTSുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരാമർശങ്ങളാണ് ഏറെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിരിക്കുകയാണ്. വിവരങ്ങളാണ് വിനീഷ് കുമാർ നൽകിയത്. ഇനി ഡൽഹിയിലേക്ക് പോവുകയാണ്. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. പ്രധാനമായും പറയേണ്ടത് രാജ്യം കേന്ദ്ര ബജറ്റ് കാത്തിരിക്കുകയാണ്. നാളെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഒപ്പം മഹാരാഷ്ട്രയിലേക്ക് പോയാൽ മഹാരാഷ്ട്രയ്ക്ക് ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയെ ലഭിക്കാൻ പോവുകയാണ്. സുനേത്ര പവാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇന്നാണ് നടക്കാനിരിക്കുന്നത്. ഒപ്പം നിർണായകമായ ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടാമത് യോഗം ഡൽഹിയിൽ നടക്കുകയും ചെയ്യും. പറയും. വെരി ഗുഡ് മോർണിംഗ് പ്രവിത. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള നിരവധി വാർത്തകളൊക്കെയാണ് ഇന്ന് രാജ്യതലസ്ഥാനത്തുള്ളത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര ബജറ്റാണ്. നാളെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന പശ്ചാത്തലത്തിൽ കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ബജറ്റിനെ നോക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 2026-27 കേന്ദ്ര ബജറ്റ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഞായറാഴ്ചയാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ ഇത്തവണത്തേത് ഈ 9ാമത്തെ ഈ നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണ് എന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ബജറ്റിൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളത്തെ ആവശ്യമായ എയിംസ്, ഒപ്പം തന്നെ ശബരി റെയിൽ ഉൾപ്പെടെ പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് നാളെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇനി മറ്റൊരു വാർത്ത പ്രവിത സൂചിപ്പിച്ചത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ്. ഇന്ന് വൈകിട്ടാണ് സത്യപ്രതിജ്ഞയുള്ളത്. ഒപ്പം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് NCP നിയമസഭാ കക്ഷിയോഗം ചേരും. ഈ കക്ഷിയോഗത്തിൽ കക്ഷി നേതാവായി സുനേത്രയെ തിരഞ്ഞെടുക്കും. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയാകും സുനേത്ര എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് NCP കക്ഷി യോഗം ചേരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഒരുപക്ഷെ രാജ്യം ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു വാർത്ത എന്ന് കൂടി നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ 2ാമത്തെ യോഗം ഇന്ന് രാജ്യതലസ്ഥാനത്ത് ചേരുന്നു, ഡൽഹിയിൽ ചേരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയും UAEയും സംയുക്തമായി ഈ യോഗത്തിന് നേതൃത്വം നൽകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള നിർണായകമായിട്ടുള്ള വികസന ഒപ്പം സാംസ്കാരിക മേഖലകളിലൊക്കെ കൂടുതൽ സഹകരണം ശക്തമാക്കുന്നതിനും ഒക്കെയുള്ള ഒരു നടപടി ഈ യോഗത്തിൽ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. 2016 ബഹ്റിനിലാണ് ആദ്യ യോഗം നടന്നിട്ടുണ്ടായിരുന്നത്. 22 അറബ് ലീഗ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, വിദേശകാര്യ മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഒപ്പം തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. വിപിൻ C വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ 2020യുടെയും കേരള കോൺഗ്രസിന്റെയും നിർണായകമായ യോഗം ഇന്ന് ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ വിപിനോട് ചോദിക്കാം. വിപിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. സീറ്റ് വിഭജന ചർച്ചകളിലേക്കൊക്കെ UDF കടക്കുന്നൊരു സമയം കൂടിയാണ്. ഇന്ന് കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യോഗം ചേരുകയാണ്. ഹൈപ്പവർ കമ്മിറ്റി ഇന്ന് ചേരുന്നുണ്ട്. ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ സീറ്റ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? രാഷ്ട്രീയ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ മധ്യ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഇന്ന് കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ ഹൈപ്പവർ കമ്മിറ്റി ചേരുന്നു എന്നുള്ളതാണ്. അതൊരു നിർണായകമാവുന്നത് കോൺഗ്രസിൽ നിന്ന് സീറ്റുകൾ, അതായത് കോൺഗ്രസ് സീറ്റുകൾ പിടിച്ചു അവർക്ക് വേണം എന്നുള്ള ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളതാണ് PJ ജോസഫിന്റെ ഒരു നിലപാടുള്ളത്. അപ്പോൾ അത് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവും. 10 സീറ്റുകൾ വേണം എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. കാരണം 10 സീറ്റിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് അവർ മത്സരിച്ച എല്ലാ സീറ്റുകളും നൽകുമ്പോൾ കേരള കോൺഗ്രസിന് അതിനുള്ള ഒരു അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ഇതിനോടകം തന്നെ PJ ജോസഫ് എടുത്തു കഴിഞ്ഞു. ഒപ്പം തന്നെ അങ്ങനെ ഒരു സീറ്റുകൾ കോൺഗ്രസിന് നൽകുന്നതിൽ ഒരു കടുത്ത അതിർത്തി കേരള കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ അദ്ദേഹം 24മായി പറയുകയും ചെയ്തത്. ഇന്നിപ്പോൾ ഈ ഒരു യോഗത്തിൽ വിജയസാധ്യതയുള്ള സീറ്റുകൾ വെച്ചു മാറണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചർച്ചയാകും. അങ്ങനെയാണെങ്കിൽ അതിന് തയ്യാറായിരിക്കും. ഒരു പക്ഷേ കൊച്ചിയിൽ ഉൾപ്പെടെ അതിന് ഒരു തയ്യാറാകും. എങ്കിൽ പോലും സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു കാരണവശാലും കുറയാൻ പറ്റില്ല എന്നുള്ള തീരുമാനം ഇന്ന് കേരള കോൺഗ്രസ് എടുക്കും. അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അതിനെ എങ്ങനെയായിരിക്കും ഇനി കോൺഗ്രസ്
കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതും അത് സംബന്ധിച്ച് നിർണായകമാണ്. മറ്റൊന്നുള്ളത്, പറഞ്ഞതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് 2020-യുടെ NDA പ്രവേശനം. അതിൽ ഉള്ളിൽ അണികൾക്കിടയിലുള്ള ഒരു അസ്വാരസ്യം ഇപ്പോഴും പുകയാണ്. കഴിഞ്ഞ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് കുറച്ചുപേർ കോൺഗ്രസിനൊപ്പം ചേർന്നിരുന്നു. ഇത് ഈ ഓരോ കൊഴിഞ്ഞുപോക്ക് അങ്ങനെ തുടരുന്നതിനിടയിൽ തന്നെ താഴെ തട്ടിൽ അത് എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളൊരു ആശങ്ക 2020 സംബന്ധിച്ചുണ്ട്. ഇന്ന് വീണ്ടും 2020-യുടെ ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് മാധ്യമങ്ങളെ കാണും. 3 മണിക്കാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ അതൊരു ഏകപക്ഷീയമായ തീരുമാനം എന്നാണ് പ്രവർത്തകരും അണികളും ഒക്കെ ഒരുപോലെ പറയുന്നത്. അതുകൊണ്ട് അതിൽ എന്തായിരിക്കും ഇനി പറയുക എന്നുള്ളതും ഒരു രാഷ്ട്രീയ കൗതുകം തന്നെയാണ് പ്രവിത. ശരി, എന്തായാലും ഇന്ന് കൊച്ചി വാർത്താ സമ്പന്നമായിരിക്കും. പ്രധാനമായ രാഷ്ട്രീയ വാർത്തകളാണ് കൊച്ചി മേഖലയിൽ നിന്ന് വരാനുള്ളത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വിപിൻ സി വിജയൻ പങ്കുവച്ചത്. ഇനി നിഖിൽ പ്രമേഷിലേക്കാണ്. കോഴിക്കോട് നിന്നാണ് നിഖിൽ ചേരുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇലത്തൂർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയിരുന്നു. ഈ പ്രതി പറഞ്ഞ കാര്യങ്ങൾ പോലീസ് അപ്പാടെ വിശ്വസിക്കുകയും ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ എന്തൊക്കെ നടപടിക്രമങ്ങളായിരിക്കും ഉണ്ടാവുക? പ്രവിത, ഗുഡ് മോർണിംഗ്. ഫെബ്രുവരി 2 വരെയാണ് പ്രതി വൈശാഖൻ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇക്കാലയളവിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നീക്കം. ഇന്നലെ വിശദമായ തെളിവെടുപ്പടക്കം ഇയാളുടെ ഇൻഡസ്ട്രിയിൽ തെളിവെടുപ്പടക്കം നടന്നിരുന്നു. പോലീസിനോട് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യാൻ കരുതിയിരുന്നു എന്നാണ്. മാധ്യമങ്ങളോട് പിന്നീട് ആ കാര്യം പ്രതി വൈശാഖൻ ആവർത്തിച്ചു. പക്ഷേ തനിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞില്ല, അതിൽ തനിക്ക് കുറ്റബോധമുണ്ട്, ഭാര്യയോട് ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പ്രതി പറയുന്നത്. പക്ഷേ പോലീസ് ഇക്കാര്യമൊന്നും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതൊരു കൊലപാതകം തന്നെയായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. പോലീസിന് അറിയേണ്ടത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, മുൻപ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ, കൊലപാതക ശ്രമങ്ങൾ ഈ പ്രതി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കൊലപാതകത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന്. എന്തായാലും ഈ വരുന്ന 2 ദിവസം കൂടി ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും അന്വേഷണ സംഘം നടത്തുക. പ്രവിത, മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസഡറായി വീണ്ടും ബോളിവുഡ് താരം കരീന കപൂർ. പ്രമുഖ നോൺ മെർക്കന്റൈൽ ലിമിറ്റഡ് സ്വർണ്ണപ്പണയ വായ്പാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനമാണ്. കരീന കപൂറിന്റെ സാന്നിധ്യം ഗോൾഡ് ലോൺ സേവനങ്ങൾ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പടരുമെന്ന് ചെയർമാൻ മാത്യു എ. മുത്തൂറ്റ്, മാനേജിംഗ് ഡയറക്ടർ രുചി മാത്യു എന്നിവർ പറഞ്ഞു. പാലക്കാട് നഗരത്തിലെ TP റോഡിൽ പ്രവർത്തനം ആരംഭിച്ച വളപ്പില കമ്മ്യൂണിക്കേഷൻസിന്റെ പുതിയ ഓഫീസ് നഗരസഭാ അധ്യക്ഷൻ P. സ്മിതേഷ് ഉദ്ഘാടനം ചെയ്തു. വളപ്പില ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജെയിംസ് പോൾ അധ്യക്ഷനായി. ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജോൺസ് പോൾ, ഡയറക്ടർമാരായ പോൾ വളപ്പില, ലിയോ വളപ്പില എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. പ്രിന്റ്, ടെലിവിഷൻ, റേഡിയോ തുടങ്ങിയ മേഖലകളിലെ പരസ്യദാതാക്കളായ വളപ്പില കമ്മ്യൂണിക്കേഷൻസിന് പരസ്യരംഗത്ത് 40 വർഷത്തിന്റെ പാരമ്പര്യമുണ്ടെന്നും പാലക്കാട്ട് തുടർന്നും മികവാർന്ന സേവനങ്ങൾ നൽകുമെന്നും ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജെയിംസ് പോൾ പറഞ്ഞു. ഞങ്ങളുടെ ഏറ്റവും വലിയ കർമ്മം പരസ്യം ചെയ്യുന്ന ആൾക്ക്, ആ ഉപഭോക്താവിന് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് മാക്സിമം അതിന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക, അവരുടെ വളർച്ച, ആ പ്രൊഡക്ഷൻ്റെ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുക തുടങ്ങിയ ശക്തമായ ഒരു ധാരണ, സത്യസന്ധമായ ഇടപെടലുകൾ, ഇതൊക്കെയാണ് വളപ്പില കമ്മ്യൂണിക്കേഷൻ്റെ കൃത്യമായ രൂപരേഖകൾ. കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് തുടക്കമായി. കോഴിക്കോട് ബീച്ചിൽ ഫെബ്രുവരി 1 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനും മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദിനുമൊപ്പം 21 തരം ഭിന്നശേഷി വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാർക്കായി പുതിയ സാമൂഹിക ക്രമം രൂപപ്പെടുത്തുകയാണ് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ ലക്ഷ്യമിടുന്നത്. ഉൾച്ചേർക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് എന്ന പ്രമേയവുമായാണ് 4 ദിവസങ്ങളിലായി ഫെസ്റ്റിവൽ നടക്കുന്നത്. ഡിസബിലിറ്റി മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മകളിലൊന്നാണ് ഈ മേളയെന്ന് ഇവന്റ് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം പറഞ്ഞു. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഈ 97% അനുഭവിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ചേർത്ത് പിടിക്കാനും അവരൊന്ന് വികസിച്ച് ഇവരെയും കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ഇവർ വിചാരിക്കണ ഒരു സംഗതി, അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടേത് കൂടിയാണ് ലോകം എന്ന തിരിച്ചറിവിന് പുറത്ത് നമ്മളൊന്ന് വിശാലമായാൽ തീരാവുന്ന പ്രയാസമേ അവരനുഭവിക്കുന്നുള്ളൂ. കാസർഗോഡ് അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് സൂചന. അരുൺ പാറക്കൽ ചേരുകയാണ് കാസർഗോഡ് നിന്ന്. അരുൺ, തീ അണയ്ക്കാനായിട്ടുണ്ടോ? എത്ര വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ. തീ ഇതുവരെയും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ തീപിടുത്തമുണ്ടായത്. മാർക്ക്വുഡ് പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. വലിയ തീപിടുത്തമാണ്. ഇപ്പോൾ കാസർഗോഡ് നിന്നും ഉപ്പളയിൽ നിന്നുമൊക്കെ ഫയർഫോഴ്സ് സംഘം അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇതൊരു ഇൻഡസ്ട്രിയൽ മേഖലയാണ്. ഇൻഡസ്ട്രിയൽ മേഖലയിലാണ്
നിരവധി ഫാക്ടറികളുണ്ട്. അതിൽ മാർക്ക്വുഡ് പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തീ പിടിച്ചിരിക്കുന്നത്. ഈ സമീപത്തൊക്കെ ഈ തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെ പണിക്ക് വരുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. അവർക്കാർക്കും പരിക്കില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തൊഴിലാളികളെയൊക്കെ ആ സമയത്ത് അവിടെ നിന്ന് മാറ്റി എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. പ്രവിത. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ ന്യൂസിലാൻഡ് 5ാം T20 ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടത്ത് നടക്കും. രാത്രി 7-നാണ് മത്സരം. സഞ്ജു സാംസന്റെ ജന്മനാട്ടിലെ ആദ്യ അന്താരാഷ്ട്ര മത്സരം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ. കാര്യവട്ടത്ത് ഇന്ന് ക്രിക്കറ്റ് കാർണിവൽ. എല്ലാ കണ്ണുകളും സഞ്ജു സാംസണിലേക്കാണ്. മലയാളി പയ്യന്റെ ജന്മനാട്ടിലെ ആദ്യ അന്താരാഷ്ട്ര മത്സരം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ. ലോക കിരീടം നിലനിർത്താനിറങ്ങുന്ന ടീം ഇന്ത്യക്ക് ഇന്ന് ഫൈനൽ പ്രിപ്പറേഷൻ. ടീമിലെ കുറ്റങ്ങളും കുറവുകളും എല്ലാം തീർക്കാനുള്ള അന്തിമ അവസരം. ആദ്യ 3 കളിയും ജയിച്ച പരമ്പര ഇന്ത്യ നേടിയതിനാൽ മത്സരബലം പ്രസക്തമല്ല. എങ്കിലും ജയം സമ്മർദ്ദങ്ങളില്ലാതെ ലോകകപ്പിനിറങ്ങാൻ ഇന്ത്യയെ സഹായിക്കും. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉറപ്പ്. അഭിഷേക് ശർമ്മ, ഹാർദിക് പണ്ഡ്യ, ഹർഷിത് റാണ എന്നിവർക്ക് വിശ്രമം നൽകിയേക്കും. ഇവർ 3 പേരും കാര്യവട്ടത്ത് പരിശീലനത്തിനിറങ്ങിയിരുന്നില്ല. ഇതോടെ സഞ്ജു സാംസണും ഇഷാൻ കിഷനുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. ലോകകപ്പ് ടീമിൽ ഇല്ലാത്തതിനാൽ ആദ്യ 4 കളിയിലും പുറത്തിരുന്ന ശ്രേയസ് അയ്യർക്കും സമാശ്വാസം എന്നോണം അവസരം കൊടുത്തേക്കും. നെറ്റ്സിൽ ഏറെ നേരം പന്തെറിഞ്ഞ ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി എന്നിവരെല്ലാം പ്ലേയിങ് 11-ൽ ഉണ്ടാകും. ജന്മനാട്ടിലെ ആദ്യ അന്താരാഷ്ട്ര മത്സരം സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും പ്രധാന മത്സരം കൂടിയാണ്. ആദ്യ 4 കളിയിൽ 40 റൺസ് മാത്രമടിച്ച സഞ്ജുവിന് ഒരിക്കൽ കൂടി പരാജയപ്പെട്ടാൽ ലോകകപ്പ് പ്ലേയിങ് 11-ലെ സ്ഥാനം മറക്കാം. എന്നാൽ സഞ്ജുവിൽ പൂർണ്ണ വിശ്വാസമെന്ന ബാറ്റിംഗ് പരിശീലകൻ സിദ്ധാൻഷു കോട്ടക്. So we all know what Sanju is capable of. So I don't think anything more to say about Sanju because he's been really good for India. So കാര്യവട്ടം വേദിയാകുന്ന 5ാം അന്താരാഷ്ട്ര T20ആണിത്. കഴിഞ്ഞ 4 കളിയിലും ജയിച്ചത് ഇന്ത്യക്ക് ആത്മവിശ്വാസമേകും. അതേസമയം ഒരു മത്സരം കൂടി ജയിച്ച പരമ്പര നഷ്ടത്തിന്റെ ക്ഷീണം കുറയ്ക്കുകയാണ് ന്യൂസിലാൻഡിന്റെ ലക്ഷ്യം. പരമ്പരയുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള മത്സരം ജയിച്ച ആത്മവിശ്വാസത്തോടെ അവസാനിപ്പിക്കാനായിരിക്കും ഇന്ത്യയുടെയും ന്യൂസിലാൻഡിന്റെയും ലക്ഷ്യം. കാര്യവട്ടത്ത് നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ്, 24. തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, വിവരങ്ങളിൽ തിരുത്തൽ, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കൽ എന്നീ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയമാണ് അവസാനിച്ചത്. ഇന്നു മുതൽ ലഭിച്ച എല്ലാ പരാതികളും ആക്ഷേപങ്ങളും അപേക്ഷകളും പരിശോധിച്ച് തീർപ്പാക്കും. അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും.